ടി വി പ്രസാദ് കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. കാരണം ജോയിയുടെ മരണശേഷം ആ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകൻ പറഞ്ഞതുപോലെ ഒരു വീട് കിട്ടുക എന്നുള്ളത്. അതെന്തായാലും സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഒരുമിച്ച് ഇടപെട്ട് അത് സാധ്യമാക്കിയിരിക്കുകയാണ്. അതൊരാശ്വാസമുള്ള വാർത്ത കൂടിയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ. പക്ഷേ ആമയിഴഞ്ചൻ തോടിൻ്റെ കാര്യത്തിലെ ആശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ ടി വി പ്രസാദ് ആമയിഴഞ്ചൻ തോടിൻ്റെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ആ ജോയ് മരിച്ച് 15.5 മാസത്തിനിപ്പുറം ആ അമ്മയ്ക്ക് ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അരുൺ പറഞ്ഞതുപോലെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് കോർപ്പറേഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും അതിൻ്റെ പ്രവർത്തനം നടത്തിയതിൽ നമ്മൾ അങ്ങേയറ്റം അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി മലയാളികൾ ഒന്നാകെ ആ അമ്മയ്ക്ക് മുമ്പിൽ മാപ്പ് പറയുകയാണ്. ആ മകൻ്റെ മരണത്തിൽ ഓരോ ആളുകളുടെയും മാലിന്യത്തിലാണല്ലോ ആ മകൻ വീണുപോയത്. പക്ഷേ വീട് അവിടെ കൊടുക്കുന്നത് ശരി തന്നെ അരുൺ, നമ്മളതിനെ ഇരു കൈയ്യുന്നിട്ട് സ്വീകരിക്കുന്നു. പക്ഷേ 15.5 മാസത്തിനിപ്പുറം ജോയ് വീണ് മരിച്ച അതേ തോട്, അതേ സ്ഥലം, തിരുവനന്തപുരം നഗരമധ്യത്തിലെ KSRTC സ്റ്റാൻഡിൽ നിന്ന് വെറും 50 മീറ്റർ മാറി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സച്ചിനൊന്ന് അങ്ങോട്ട് കാണിക്കാം. ആ കാണുന്ന സ്ഥലത്താണ് ജോയ് വീണത്. ആ വീണ സ്ഥലത്ത് മാലിന്യമില്ല. ആ മാലിന്യ കൂമ്പാരത്തിലാണ് ജോയ് വീണത്. പക്ഷെ അതിനിപ്പുറത്തേക്ക് നോക്കിയാൽ മാലിന്യം അട്ടിയായി കിടക്കുന്നത് കാണാം. ഇത് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗം അവർ ക്ലീൻ ചെയ്തു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഇതാണ് റെയിൽവേയുടെ അതിരും കോർപ്പറേഷൻ്റെ അതിരും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം. ഇതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാതിരിക്കാനാണ് ഇവിടെ നെറ്റ് വെച്ചത്. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒഴുകി പോവുകയാണ്. ഈ ഭാഗത്ത് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ അതിഭീകരമാണ് അരുൺ അവസ്ഥ. ഒരു വലിയ ഒരു അട്ടി കണക്കെയാണ് പ്ലാസ്റ്റിക് ഇവിടെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്. നേരത്തെ ജോയ് മരിക്കുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ജോയ് മരിക്കുന്ന സമയത്ത് എത്രയാണോ ഉണ്ടായിരുന്നത് അതിലും എത്രയോ കൂടുതലാണ്. ഒരു ഭാഗത്ത് ജോയിയെ സഹായിക്കാനുള്ള വലിയ മനസ്സ് കാണിക്കുമ്പോഴും കോർപ്പറേഷൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഉറപ്പായും അധികൃതർ ഇത് ശ്രദ്ധിക്കണം. ഇതെങ്ങനെ ഇനി കൂടിയിരുന്നുകൂടാ, ഇനിയൊരു ജോയി ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. 15.5 മാസത്തിനിപ്പുറവും ആ മാലിന്യം അതുപോലെ കിടക്കുന്നു എന്ന കാര്യം വളരെ സങ്കടത്തോടെ പ്രേക്ഷകർ, അതായത് ടി വി പ്രസാദ്, ഈ വാർത്താ പ്രഭാതത്തിലേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയ്ക്കൊപ്പം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് വയ്ക്കുകയാണ്. അതിലൊന്ന്, ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് സർക്കാർ പറഞ്ഞതുപോലെ ഒരു വീട് ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ളൊരു കാര്യം. നമ്മളിനി നോക്കൂ, അതിനുശേഷം ആമയിഴഞ്ചാൻ തോടിൻ്റെ പഴയ ദൃശ്യങ്ങളും പുതിയ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നു. കാര്യമായ മാറ്റം ഉണ്ടാവുന്നതേയില്ല എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് ഇന്ന് താക്കോൽ കൈമാറുന്നതിനോടൊപ്പം തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ മാലിന്യം കൂടി നീക്കണം എന്ന് ബന്ധപ്പെട്ടവരോട്, കോർപ്പറേഷൻ അധികാരികളോട് നമ്മൾ പറയുന്നു. ഇതായിരുന്നു അന്ന് ആമയിഴഞ്ചാൻ തോട്ടിലെ അവസ്ഥ. ഇപ്പോഴും കാര്യമായി വലിയ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്. വീടായി, പക്ഷേ തോട് ക്ലീൻ ആയില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ കാഴ്ചയൊന്ന് കാണിച്ചു എന്ന് മാത്രം. അത് എല്ലാവരും കാണണം. അതുകൊണ്ടാണ്, കാരണം സർക്കാരും അധികാരികളും ഒക്കെ ഇടപെടുക എന്നുള്ളതാണ്. വീട് നൽകിയതിന് നന്ദി, പക്ഷേ തോടിങ്ങനെ കിടക്കുന്നതിന് അത്ര നന്ദിയില്ല.